ഇസ്രയേൽ ബോംബിട്ട് തകർത്തു എന്ന വാർത്ത വരുന്നുണ്ട്. ഹമാസ് തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത്. അവിടെ യുദ്ധം അവസാനിക്കുന്നു എന്ന് നമുക്കൊരു കണക്കൂട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പാഴാവുകയാണോ എന്നറിയാം. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ ജെയിംസ് വിശേഷങ്ങൾ? ഈ യുദ്ധം അവസാനിച്ചു എന്ന് പറയുമ്പോൾ പിന്നെയും തുടങ്ങുകയാണല്ലോ. ഗസയിൽ ഇപ്പൊ ഏതാണ്ട് കുറച്ചൊരു സമാധാനമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഗസയിൽ നിന്ന് വിട്ടപ്പോൾ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഫോക്കസ് അവർ കേന്ദ്രീകരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്ക് അത് പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു വലിയ തർക്കത്തിൻ്റെ പ്രദേശമാണ്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ന്യായം പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് 10-35 പേരെ ആക്രമണത്തിൽ കൊലപ്പെടുത്തി ഇസ്രായേൽ. ഇപ്പോൾ അവിടുത്തെ 20-ലേറെ വൻനില കെട്ടിടങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ബോംബിട്ട് തകർത്തിയിരിക്കുന്നു ഇസ്രായേൽ. അത് വെസ്റ്റ് ബാങ്കിലേക്കാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഫോക്കസ് മാറിക്കുന്നത്. യുദ്ധമെന്ന് പറയാൻ പറ്റില്ല, അപ്പുറത്തുനിന്ന് തിരിച്ചടിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഏകപക്ഷീയമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗസയിൽ ഇപ്പോൾ തൽക്കാലം സമാധാനമാണ്. അവിടെ തിരിച്ചു വന്നവരൊക്കെ വീടില്ലാതെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കടുത്ത് ടെൻറ്റുകൾ കെട്ടിയാണ് കഴിയുന്നത്. ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും റഫ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ഭക്ഷണം വരുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് റീബിൽഡ് ചെയ്യാൻ ഇനി 10-15 വർഷങ്ങളെടുക്കും എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇതിനിടയിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്ന പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുന്നു. ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിട്ടുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ട്രംപ് അധികാരമേറ്റ ശേഷം ഒരു ലോക നേതാവിനെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഒരു നേതാവിനെ നേരിട്ട് കാണുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ ആദ്യഘട്ടം പിന്നിടുകയാണ്. 2ാം ഘട്ടം എങ്ങനെയായിരിക്കണം? ഇതിൻ്റെ ഗസയുടെ നിയന്ത്രണം സംബന്ധിച്ച് ഇസ്രായേൽ മറ്റു പല ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്, ഹമാസും ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ യുദ്ധം ശക്തമായിരിക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ ചിന്ത അല്ലെങ്കിൽ ട്രംപിൻ്റെ നിലപാടൊക്കെ ഇസ്രായേലിന് അനുകൂലമായി. അതുകൊണ്ട് തന്നെ ഹമാസിനും അതുപോലെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും ട്രംപിനോട് കടപിടിക്കാനായി. കാരണം ട്രംപ് ജോ ബൈഡനേക്കാൾ തീവ്ര നിലപാടിൻ്റെ ആളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുന്നു എന്നുള്ളത് വലിയ ചർച്ചയാണ്. ഇതിനിടയിൽ ഇസ്രായേലി ബന്ദികൾ പലരെയും വിട്ടയച്ച് അവർ വീട്ടിലെത്തി 15 മാസങ്ങൾക്ക് ശേഷം. അതിലെ ബിബാസ് എന്ന ഇസ്രായേലി ബന്ദിയുടെ കുടുംബം അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടു. 9 മാസം പ്രായമായ കുഞ്ഞിനെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ആ കുഞ്ഞും കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. ഹമാസ് പറയുന്നത് ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്, ഇസ്രായേലികൾ തന്നെ കൊല്ലപ്പെട്ടത്. അത് സംബന്ധിച്ച് ഇസ്രായേലി സർക്കാരിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. അവർ പറയുന്നില്ല എന്നുള്ള വലിയ വാദം ഉന്നയിച്ചുകൊണ്ട് ഇസ്രായേലിലെ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി മണിക്കൂറുകളിൽ വരുന്നുണ്ട്. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ കറൻസിയുടെയൊക്കെ വില ഇടിഞ്ഞല്ലോ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തിൽ. അപ്പോൾ ഒരു സാമ്പത്തിക യുദ്ധത്തിലാണോ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ? ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ വരുന്നൊരു പ്രത്യേകത, സാമ്പത്തിക യുദ്ധത്തിലെ കറൻസിയുടെ ഇത് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ട്രംപ് ഒരു കൃത്യമായൊരു സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ 30 ദിവസത്തേക്ക് ഈ ഇറക്കുമതി ചുങ്കം എന്നുള്ളത് മരവിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ട്രംപിന് ഒരു കാര്യം മനസ്സിലായി, അടി കൊടുക്കുമ്പോൾ തിരിച്ചു അടി കിട്ടും എന്ന് ട്രംപിന് മനസ്സിലായി. കാരണം കാനഡ 25% ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചു, മെക്സിക്കോ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ വരുന്നത് മെക്സിക്കോ അയൽരാജ്യങ്ങളായിട്ടുള്ള കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ്. അവർ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ വിലക്കയറ്റമുണ്ടാവും, ജനങ്ങളെതിരാവും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പേടിപ്പിക്കണം. എന്നാൽ സാധാരണ പറയില്ലേ, വളയ്ക്കാം ഒടിക്കരുത്. അപ്പോൾ ആ വളയ്ക്കുന്ന രീതിയാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ട്രംപിന് ഒരു തരത്തിൽ അഭിമാനിക്കാൻ വകയുണ്ട്. ട്രംപ് ഇത് പ്രഖ്യാപിച്ചതോടെ ഡോളർ ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട കറൻസികളുടെ ഒക്കെ മൂല്യം താഴെ പോയി. ഇന്ത്യൻ കറൻസി താഴെ വീണു, ചൈനയുടെ യുവാൻ താഴെ വീണു, മെക്സിക്കോയുടെ പെസോ താഴെ വീണു, ജപ്പാൻ്റെ യെൻ ഒഴികെ ബാക്കിയെല്ലാം, ചൈനയുടെ യുവാൻ 7% താഴെ പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഡോളർ ശക്തമായി തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ഡോളറിൻ്റെ വില 87-88 രൂപയായിട്ട് മൂല്യം ഉയർന്നു എന്നുള്ളത് ഒരുപക്ഷെ ട്രംപിന് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു പരീക്ഷണം നടത്തി നോക്കി, അതിൽ ഒരു അല്പം വിജയമുണ്ട്. ഒപ്പം തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യം വന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി
അത് തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്ന ഒരു മാസത്തേക്ക്. അതിനൊരു പ്രത്യേകത SKN, മെക്സിക്കോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ എത്തുന്നത്. അത് സംബന്ധിച്ച് ചർച്ച നടത്താമെന്നും അവരെ തടയാമെന്നും മെക്സിക്കോ ഉറപ്പ് കൊടുക്കുന്നു. കാനഡയും അതേ രീതിയിൽ ഫെൻഡാനിൽ പോലുള്ള സാധനങ്ങൾ അമേരിക്കയിൽ എത്തുന്നത് തടയുക എന്നുള്ള ലക്ഷ്യം ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അനധികൃത കുടിയേറ്റം തടയാമെന്ന് മെക്സിക്കോയും കാനഡയൊക്കെ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഈ മരവിപ്പിക്കൽ നടത്തിയിട്ടുള്ളത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു സാമ്പത്തിക യുദ്ധത്തിന് ഇറങ്ങിയാൽ എങ്ങനെയിരിക്കുമെന്നുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് നടത്തിയിരിക്കുന്നത്. 30 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ വീണ്ടും താൻ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈന ഇതൊരു അവസരമായിട്ട് കൂടി കാണുന്നുണ്ട്. കാരണം വേൾഡ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന മാനുഫാക്ചറിങ് മുഴുവൻ ചൈനയിൽ നിന്നാണ്. ഈ ട്രംപ് കാണിക്കുന്ന അനുകൂലവും പ്രതികൂലവും അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കവും പിൻവാങ്ങലൊക്കെ ചൈന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ SKN ഈ മണിക്കൂറുകളിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ചൈന ആയിരക്കണക്കിന് ഹെക്ടർ ഇതിൽ ഒരു അണ്ടർഗ്രൗണ്ട് മിലിറ്ററി കമാൻഡ് ഉണ്ടാക്കുന്നു. അതിൽ ഒരു ആണവ യുദ്ധമുണ്ടായാൽ അവിടുത്തെ ചൈനീസ് പ്രസിഡന്റ് അടക്കം ആൾക്കാർക്കൊക്കെ ഒളിക്കാനുള്ള എല്ലാ സർവ്വ സജ്ജീകരണങ്ങളും അവർ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആണവ ആയുധങ്ങളുടെ ശേഖരം കൂട്ടുന്നു. ഭൂഗർഭ അറകളിൽ മരുഭൂമിയിൽ അതുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ അമേരിക്ക ഈ രീതിയിൽ സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറാവുമ്പോൾ സൈനിക യുദ്ധത്തിന് അമേരിക്കയോട് കിടപിടിക്കാനുള്ള നീക്കങ്ങൾ ചൈന കൂടി നടത്തുന്നു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. താങ്ക് യു ബി ജെയിംസ്. വിദേശ വാർത്തകൾ ഇനി നാളെ ഇതേ